ഹേ ഹലോ വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഇതൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങളൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കാഞ്ഞിരപ്പുഴ ഡാമിലേക്കാണ് ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞങ്ങൾ പോയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൻ്റെ സ്ഥിരം പ്രേക്ഷകരാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ഒരു അമ്പലമുണ്ട്, സത്രങ്കാവ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് കയറിയതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അതിനുശേഷം ഞങ്ങളിതേ വെയിറ്റ് ടു കാഞ്ഞിരപ്പുഴ ഡാമാണ്. ഞങ്ങളുടെ അവിടെ നിന്ന്, അതായത് കോങ്ങാട് നിന്ന് ഇത് ഒരു 29 കിലോമീറ്റർ സംതിങ് ആണ് വരുന്നത് കേട്ടോ. ആൻഡ് ഞങ്ങളങ്ങനെ ആ ഒരു അമ്പലത്തിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വന്നപ്പോൾ ഒരു തേൻമുട്ടായൊക്കെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഞങ്ങൾ കാഞ്ഞിരപ്പുഴ, മണ്ണാർക്കാട് കഴിഞ്ഞിട്ടാണ് കാഞ്ഞിരപ്പുഴ. ഏകദേശം മണ്ണാർക്കാട് നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 13 കിലോമീറ്ററാണ് വരുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക്. പാലക്കാട് നിന്നാണ് വരുന്നതെങ്കിൽ ഒരു 47 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക്. പാലക്കാട് നിന്ന് ഡയറക്റ്റ് ബസ്സൊക്കെ ഉണ്ട് കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക്. ആൻഡ് ഞങ്ങളിതേ അവിടെ എത്തി. അവിടെ ഐ ലവ് കാഞ്ഞിരപ്പുഴ എന്നൊക്കെ വൃത്തിയിൽ നല്ല ഭംഗിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്ന് പറയുന്നത് ഞാനും അച്ഛനും അമ്മയും അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററും മോളും മോനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തു. സീനിയർ സിറ്റിസൺ, അച്ഛനും അമ്മയ്ക്കും സീനിയർ സിറ്റിസൺ എന്നുള്ളൊരു രീതിക്കാണ് എടുത്തത്. പിന്നെ നമ്മൾക്ക് രണ്ടാൾക്കും നോർമൽ അഡൽട്ടിൻ്റെ ടിക്കറ്റാണ് കേട്ടോ. അഡൽട്ടിന് 30 റുപ്പീസാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസന് 15 റുപ്പീസാണ് വരുന്നത്. നമ്മൾ കയറി പോകുമ്പോൾ തന്നെ കണ്ടത് നമ്മൾ അവിടെ ആനൻ്റെ ഒരു പ്രതിമയുണ്ട് കേട്ടോ. അത് കാണണം. അയ്യോ, ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു നല്ലൊരു വ്യൂ ആണ്. പിന്നെ നമ്മൾ കയറി പോകുന്നത് ഡാമിലേക്കാണ്. ഡാമിലേക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഈ സ്റ്റെയേഴ്സൊക്കെ പോകുന്നത് അതിലേക്കാണ് കേട്ടോ. സോ അവിടെ നിന്നും കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര വ്യൂ ആണെന്ന് തന്നെ പറയാം. നല്ല രസമുള്ള വ്യൂ ആണ്. അതിനിടയിൽ നമ്മൾ വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ പിള്ളേരിനെ കൂട്ടിയിട്ട് പോയത് കൊണ്ട് അവർ ഫുൾ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. സോ ഒരു വീഡിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ പിന്നാലെ ഓടി അവരെ ഒന്ന് ഇൻസ്ട്രക്റ്റ് ചെയ്യേണ്ടതൊക്കെ നമ്മളുടെ കടമയാണല്ലോ. സോ അങ്ങനെ ഞങ്ങളിതേ ഡാമിലെത്തി. ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ അവിടുന്ന് ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ട്. 3 ഷട്ടർ നമ്മൾ തുറന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നല്ല വ്യൂ ആയിരുന്നു. നല്ല എന്താ പറയുക, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ഏകദേശം ഒരു 1950s പണിതിട്ടുള്ളൊരു ഡാമാണ്. അപ്പോൾ അത്രയും വർഷമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നൊരു ഡാമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഈ പാർക്കാണെങ്കിലും അവിടെ നിറയെ പാർക്കൊക്കെ ഉണ്ട്. പാർക്കിലൊക്കെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ പിള്ളേരിനെ കൊണ്ടുപോയത് പാർക്കിലേക്കാണ്. അതുപോലെ തന്നെ അവിടെ പെഡൽ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പം സോ അവിടെ പോവാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ജോളി ആയിരിക്കും പെഡൽ സൈക്കിളൊക്കെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾക്ക് പോയപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ പെഡൽക്കാർ കൊടുക്കുന്നില്ല. മീൻസ് ആ ഒരു സ്ഥലമൊക്കെ തെന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു സങ്കടത്തിൽ നമ്മൾ 2 പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ അങ്ങനെ ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പിള്ളേർക്ക് 2 മാത്രമാണ് പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ നടന്ന് തിന്നാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടും പിന്നെ അവരുടെ ഇരന്ന് തിന്നലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനൊക്കെ ഇങ്ങനെ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ അടുത്തുനിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ അവർ തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ട് ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് ഇതൊക്കെ കഴിക്കാൻ എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക, നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. ആൻഡ് ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും കുറച്ച് റിലാക്സേഷനും ഒക്കെ കിട്ടും കേട്ടോ. മാത്രമല്ല അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഫോട്ടോ ഒക്കെ നിറയെ അവിടെ കുറേ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ചളിയായിരുന്നു കൂടുതലും, എന്നാലും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അവർ രണ്ടാളും കൂടെ അവിടെ കിടന്ന് അവരും അവരുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞു. അങ്ങനെ കാണാനൊന്നും ഇല്ലായിരുന്നു, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വ്യൂ ആണ്, നല്ല വ്യൂ ആയിരുന്നു. ആൻഡ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ.
നമ്മൾ ഇറങ്ങി ഗേറ്റിലെത്തി, ഔട്ടിൻ്റെ ഗേറ്റിലെത്തി. അങ്ങനെ ഞങ്ങൾ കാറെടുത്ത് നമ്മൾ പുറത്തുനിന്നുള്ളൊരു വ്യൂ, റോഡിൽ നിന്നൊരു വ്യൂ ഉണ്ട് കേട്ടോ കാഞ്ഞിരപ്പുഴ ഡാം. അത് കാണാൻ വേണ്ടി പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നൊരു വ്യൂ ആണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ആ ഒരു വ്യൂ ആണ്. അപ്പോൾ എന്താ പറയുക, അപ്പം അവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് ആ പാലത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് ഇങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഉപ്പിലിട്ടതൊക്കെ കണ്ടാൽ ആർക്കും കഴിക്കാനൊക്കെ തോന്നുമല്ലോ. അപ്പം പൈനാപ്പിൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പൈനാപ്പിളാണ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പൈനാപ്പിൾ വാങ്ങിച്ചു. എൻ്റെ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ മാങ്ങ വാങ്ങിച്ചു കേട്ടോ. ആൻഡ് മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റാണ് മേടിച്ചു കൊടുത്തത്. അപ്പം ഞങ്ങളതൊക്കെ കഴിച്ച് അങ്ങനെ വരുവാണ് കേട്ടോ. അങ്ങനെ അവരുടെ അടുത്ത് നിന്നൊക്കെ മേടിച്ച് ആ ഒരു വ്യൂ ഒക്കെ കണ്ട് കഴിച്ച് പിന്നെ കുറച്ച് ഞങ്ങൾ കാറിലൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ശ്രീധർ റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ വ്യൂവും, അതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ വ്യൂവും നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡ് ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ തന്നെ കയറാനായിട്ട് തേടി പിടിച്ച് കയറിയ കടയാണെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ തന്നെ സമയം 6 മണിയായേ. അപ്പോൾ നമ്മളെല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മസാല ദോശയാണ് കേട്ടോ. മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ കൂടെ കിട്ടിയ വട അതൊട്ടും കൊള്ളില്ല, ഭയങ്കര ഹാർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് പിള്ളേർക്ക് 2 മാസയൊക്കെ മേടിച്ച് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ചില്ല് ചെയ്തിട്ടിരുന്നു കേട്ടോ. അപ്പം കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ ആസ്വദിച്ചങ്ങ് കുടിച്ചു എന്ന് പറയാമല്ലോ, ആസ്വദിച്ചങ്ങ് കുടിച്ചു. അപ്പം അങ്ങനെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെയും and goodbye guys. Please support me and subscribe my channel and thank you for watching my channel guys. Bye.